ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 9/6/2024 10/6/2024. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കൾ ആയത് കാസർഗോഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയി നിയമിതയായത് വിജയഭാരതി സയാനി. ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിന്റെ ആത്മകഥ ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്, എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. രാജ്യത്തെ മഹാന്മാരായ നേതാക്കളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകൾ പാർലമെന്റ് കോംപ്ലക്സിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? പ്രേരണ സ്ഥൽ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഘതി ബയോസ്ഫിയർ. ആൽഗകളെ നശിപ്പിച്ച് മഞ്ഞുരുകുന്നത് മന്ദഗതിയിലാക്കാൻ കഴിയുന്ന വൈറസുകളെ അടുത്തിടെ കണ്ടെത്തിയത് ഗ്രീൻലാൻഡ്. 2024 ജൂണിൽ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നോൺ പെർമനന്റ് മെമ്പേഴ്സ് പാകിസ്ഥാൻ, സൊമാലിയ, ഡെൻമാർക്ക്, ഗ്രീസ്, പനാമ. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ. അടുത്തിടെ അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ റാമോജി റാവു. അടുത്തിടെ അന്തരിച്ച മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് UL ഭട്ട്. വനിതകളുടെ സിംഗിൾ ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് 2024 നേടിയത് ഇഗ സ്വിഡക്. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധി. ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2022-23 ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 2024 ജൂണിൽ കേന്ദ്ര സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. ജൂണിൽ പുരുഷ സിംഗിൾസ് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് 2024 നേടിയത് കാർലോസ് അൽക്കരാസ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി മാറിയത് സബ് ലഫ്റ്റനന്റ് അനാമിക ബി രാജീവ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്ന വ്യക്തി നരേന്ദ്രമോദി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ഇനി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ബാല കേരളം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.